അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള അക്കൗണ്ടൻസിയിലെ സെക്കൻഡ് ചാപ്റ്ററാണ് തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്. അപ്പോൾ ഇതിൽ നമ്മൾ ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ളൊരു റിവിഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് പ്രധാനമായിട്ടും നോക്കാനുള്ളതാണ് ഒന്ന് ഗ്യാപ്പ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ഇനി എന്താണ് ഗ്യാപ്പ് എന്ന് നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. ഗ്യാപ്പ് refers to the rules and guidelines adopted for recording and reporting of business transactions in order to bring uniformity in the preparation and presentation of financial statements. അപ്പോൾ ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ആണ്, നിയമങ്ങളും അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഓരോ മാർഗരേഖ അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങളും ആണ്. അത് എന്തിലൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പോഴും അതുപോലെ റിപ്പോർട്ട് ചെയ്യുമ്പോഴും. ഇൻ ഓർഡർ ടു ബ്രിങ്, എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു ബ്രിങ് യൂണിഫോമിറ്റി, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരുപോലെ ആവാൻ വേണ്ടിയിട്ട് എല്ലാ അക്കൗണ്ടിങ്, എല്ലാ ബിസിനസ്സുകാർ ചെയ്യുന്ന അക്കൗണ്ടിങ്ങും ഒരേ യൂണിഫോം ആയിട്ട് അല്ലെങ്കിൽ ഒരു സമത്വം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്യാപ്പ് ഫോളോ ചെയ്യുന്നത്. അത് എപ്പോഴാണ് നമ്മളത് ഈ ഒരു ഗ്യാപ്പ് ഫോളോ ചെയ്യേണ്ടത്? വൈൽ പ്രിപ്പയറിങ് ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഒന്നുകൂടി സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് റെഫേഴ്സ് ടു ദ റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ്. റൂൾസും ഗൈഡ് ലൈൻസുമാണ് അതിലുണ്ടാവുക. എന്തിനെ കുറിച്ചിട്ടുള്ളത്? നമ്മളെങ്ങനെ ബിസിനസ് ട്രാൻസാക്ഷൻസ് ബുക്കിൽ റെക്കോർഡ് ചെയ്യണം, അതെങ്ങനെ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതിൻ്റെ റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ആണ്. അതിന് എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു ബ്രിങ് യൂണിഫോമിറ്റി. അത് എല്ലാവരും ഒരേപോലെ ആ രീതികൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്, റെക്കോർഡിങ്ങും റിപ്പോർട്ടിംഗ് ഒക്കെ ഒരേ രീതിയിൽ എല്ലാ ബിസിനസ്സുകാരും ഒരു യൂണിഫോമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും. അത് എപ്പോഴാണ് നമ്മളത് ഫോളോ ചെയ്യേണ്ടത്? വൈൽ ഇൻ ദ പ്രിപ്പറേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ ഫൈനൽ അക്കൗണ്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോഴും അത് പ്രസൻറ്റ് ചെയ്യുമ്പോഴൊക്കെയാണ് ഈ റൂൾസും ഗൈഡ് ലൈൻസും നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ വരുമ്പം നമ്മൾ വേൾഡ് വൈഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന പല ബിസിനസ്സുകൾക്കും അക്കൗണ്ടിങ്ങിന് ഒരേ രീതിയിലുള്ള നിയമങ്ങളും അതുപോലെ തന്നെ എന്താണ് പറയുക, ഗൈഡ് ലൈൻസും നമുക്ക് കാണാൻ സാധിക്കും. അവർ പ്രസൻറ്റ് ചെയ്യുന്നതും പ്രിപ്പയർ ചെയ്യുന്ന റിപ്പോർട്ടിലും അതിൽ എന്തുണ്ടാവും? ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഗ്യാപ്പ് അല്ലെങ്കിൽ ജനറലി പൊതുവായിട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് 7 കോൺസെപ്റ്റുകളാണ്, അല്ലെങ്കിൽ 7 പ്രിൻസിപ്പിൾസ് എന്ന് പറയാം. അപ്പോൾ ബേസിക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് നമ്മൾ ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞു അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ പ്രിപ്പറേഷനും പ്രസൻറ്റേഷനൊക്കെ ചെയ്യുന്ന സമയത്ത്. അപ്പം അതിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ നമ്മൾ അതിൽ അഡോപ്റ്റ് ചെയ്യുന്ന ബേസിക് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് വൺ ഇസ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്നും അതിന് പറയുന്നു. അടുത്തത് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. മൂന്നാമത്തത് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. 4 അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ്. അടുത്തത് ഡുവൽ ആസ്പെക്റ്റ് അല്ലെങ്കിൽ ഡുവാലിറ്റി കോൺസെപ്റ്റ്. 6ാമത്തത് പറയുന്നത് മാച്ചിങ് കോൺസെപ്റ്റ്. ഇനി 7ാമത് പറയുന്നത് കൺസർവേറ്റീവ് അല്ലെങ്കിൽ പ്രൂഡൻസ് കോൺസെപ്റ്റ് എന്നും പറയുന്നു. കൺസർവേറ്റീവ് കോൺസെപ്റ്റ് എന്നും അതിനെ വിളിക്കും, പ്രൂഡൻസ് കോൺസെപ്റ്റ് എന്നും പറയും. അപ്പോൾ അതിൽ നമുക്ക് ഇന്ന് പ്രധാനമായിട്ടുള്ള ആദ്യത്തെ 4 കോൺസെപ്റ്റ്സ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ബിസിനസ് എൻറ്റിറ്റി അല്ലെങ്കിൽ അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ് അല്ലേ. ബിസിനസ് എൻറ്റിറ്റി എന്ന് പറഞ്ഞ ആ ടേം നമ്മൾ പഠിച്ചതാണ് അല്ലേ. എൻറ്റിറ്റി എന്താണ്, ബിസിനസ് എൻറ്റിറ്റി. അപ്പോൾ സെയിം തിങ് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇതൊരു അക്കൗണ്ടിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റും കൂടിയായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ബിസിനസ് എൻറ്റിറ്റി അല്ലെങ്കിൽ അക്കൗണ്ടിങ് എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. ആദ്യം എൻറ്റിറ്റി എന്താണെന്ന് നോക്കാം. എൻറ്റിറ്റി മീൻസ് സംതിങ് ഹാവിങ് സെപ്പറേറ്റ് എക്സിസ്റ്റൻസ്. വേറിട്ട് നിലനിൽക്കുന്ന എന്തിനേയും നമ്മൾ എന്താണ് പറയുക? എൻറ്റിറ്റി എന്ന് പറയാം. ഇനി ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് അസ്യൂംസ് ദാറ്റ് ബിസിനസ് ഹാസ് എ സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഫ്രം ഇറ്റ്സ് ഓണേഴ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വേറിട്ട് നിൽക്കുന്ന എന്തിനേയും എൻറ്റിറ്റി എന്ന് പറഞ്ഞു. ഒരു വേറിട്ട് അസ്തിത്വം ഉള്ള എന്തിനേയും നമ്മൾ എൻറ്റിറ്റി എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു സ്കൂൾ ഒരു എൻറ്റിറ്റിയാണ്, അതിലുള്ള ടീച്ചേഴ്സ് ഒരു എൻറ്റിറ്റിയാണ്,
ഒരു ബിസിനസ് സ്ഥാപനം ഒരു എൻറ്റിറ്റിയാണ്. അതിൽ വർക്ക് ചെയ്യുന്ന ഓരോ വർക്കേഴ്സ്, അതിൻ്റെ ഓണേഴ്സ്, അതൊക്കെ വേറെ വേറെ എൻറ്റിറ്റീസാണ്. അപ്പോൾ എല്ലാത്തിനും ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള വേറിട്ടൊരു നിലനിൽപ്പുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ എൻറ്റിറ്റീസ് എന്ന് പറയുന്നു. ഇനി ബിസിനസ് എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പ്രകാരം നമ്മളുടെ സങ്കല്പം എന്താണ്? ബിസിനസ് അത് ഓണറും വ്യത്യസ്തമാണ്. ബിസിനസ്സിന് വേറൊരു നിലനിൽപ്പുണ്ട്, അതിൻ്റെ ഓണർക്ക് ഒരു സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഉണ്ട്. അല്ലെങ്കിൽ ബിസിനസ് വേറെ ഓണർ വേറെ എന്നുള്ളൊരു സങ്കല്പത്തിലാണ് പോകുന്നത്. അതാണ് പറയുന്നത് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് അസ്യൂംസ് ദാറ്റ് ദ ബിസിനസ് ഹാസ് സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഫ്രം ഇറ്റ്സ് ഓണേഴ്സ്. അപ്പോൾ ഒരിക്കലും ബിസിനസ്സിനെയും ഓണറിനെയും നമുക്ക് കൂട്ടിക്കലർത്താൻ പറ്റില്ല, വേറെ വേറെ എൻറ്റിറ്റീസാണ്. ഇനി അടുത്തത് പറയുന്നത് ദ അഫെയർസ് ഓഫ് ദ ബിസിനസ് ഷുഡ് നോട്ട് ബി മിക്സ്ഡ് അപ്പ് വിത്ത് ദ പ്രൈവറ്റ് അഫെയർസ് ഓഫ് ദ പ്രൊപ്രൈറ്റർ അല്ലെങ്കിൽ ഓണർ. ഓണർ എന്ന് പറഞ്ഞ വേറൊരു പേരാണ് പ്രൊപ്രൈറ്റർ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു എൻറ്റിറ്റി, അക്കൗണ്ടിങ് എൻറ്റിറ്റി അല്ലെങ്കിൽ ബിസിനസ് എൻറ്റിറ്റി പ്രകാരം ബിസിനസ്സിൻ്റെ അഫെയർസും അതുപോലെ ഓണർ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ പ്രൊപ്രൈറ്ററിൻ്റെ പേഴ്സണൽ അഫെയർസും തമ്മിൽ മിക്സപ്പ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവർ വേറെ വേറെ എൻറ്റിറ്റീസ് ആയിട്ട് കണക്കാക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് നമ്മൾ വാങ്ങുന്ന സാധനം ഒരു ബുക്കിൽ എഴുതുന്നു, അത് ബിസിനസ്സിൻ്റെ റെക്കോർഡ്സിൽ എഴുതുന്നു. പക്ഷേ വീട്ടാവശ്യത്തിന് വേണ്ടി ഓണർ വീട്ടാവശ്യത്തിന് വേണ്ടി വാങ്ങുന്നത് ഒരിക്കലും നമ്മൾ എവിടെ കൊണ്ട് എഴുതുന്നില്ല? ബിസിനസ്സിൻ്റെ ബുക്കിൽ എഴുതുന്നില്ല. അത് എന്തുകൊണ്ടാണ്? അത് രണ്ടും വേറെ വേറെ എൻറ്റിറ്റീസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതുകൊണ്ടാണ്. ഇനി അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ താഴെ ഒരു എക്സാമ്പിൾ പറയുന്നത്. ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ബൈ ദ ഓണർ ഇസ് കൺസിഡേർഡ് ആസ് എ ലോൺ ഗിവൺ ബൈ ഹിം ടു ദ ബിസിനസ് ആൻഡ് ക്രെഡിറ്റഡ് ടു ഹിസ് ക്യാപിറ്റൽ. നമ്മൾ സാധാരണ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓണർ അതും ഒന്നാണെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഒരിക്കലും നമ്മളൊരു അക്കൗണ്ടിങ്ങിൻ്റെ വ്യൂ പോയിന്റിൽ നിന്ന് അതിനെ വേറിട്ട് വെച്ചാലേ അവരുടെ കാര്യങ്ങൾ തമ്മിൽ മിക്സപ്പ് ആവാതെ ഇരിക്കാൻ നമുക്ക് ആ ഒരു രീതിയിൽ കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ്സിലൊരു ഓണർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ നിക്ഷേപിക്കുന്ന പണം അത് ഓണർ ബിസിനസ്സിന് കൊടുക്കുന്ന ഒരു ലോണായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ബിസിനസ് ക്ലോസ് ചെയ്യുന്ന ഒരു സമയത്ത്, ലാസ്റ്റ് അത് അടച്ചു പൂട്ടുന്ന ഒരു സമയത്ത് ഈ ക്യാപിറ്റൽ ആർക്ക് തിരിച്ചു കൊടുക്കണം? ഓണറിൻ്റെ കയ്യിലേക്ക് തിരിച്ചു കൊടുക്കണം. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു വശം വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ബിസിനസ് വേറെ ഓണർ വേറെ, ബിസിനസ്സിൻ്റെ അഫെയർസും പേഴ്സണൽ അഫെയർസ് ഓഫ് ദ ഓണറും മിക്സപ്പ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എൻറ്റിറ്റി ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു ബിസിനസ്സിൻ്റെ ഓണർ ബിസിനസ്സിൽ നിക്ഷേപിക്കുന്ന മൂലധനം അല്ലെങ്കിൽ ക്യാപിറ്റൽ ഒരു ബിസിനസ്സിന് കൊടുക്കുന്ന ലോണായിട്ട് കൺസിഡർ ചെയ്യുന്നത്, ഒരു കടമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അത് വേറെ വേറെ എൻറ്റിറ്റീസാണ്. അപ്പോൾ അതാണ് ഫസ്റ്റ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റിൽ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസും പഠിച്ചു വെക്കണം. അതിൽ ഇന്ന എൻറ്റിറ്റി പ്രകാരം ഇന്നത് ചെയ്യുമ്പോൾ ഏതാന്നുള്ളത് അത് അവർ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയും. ഒരു എക്സാമ്പിൾ തന്നിട്ട് ഏതാണ് ഈ ഒരു എക്സാമ്പിൾ ഏത് എൻറ്റിറ്റിയുടെയാണ് അല്ലെങ്കിൽ ഏതൊരു കോൺസെപ്റ്റിൻ്റെയാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറയും. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ഓർത്ത് വയ്ക്കുക. ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ബൈ ദ ഓണർ ഇസ് കൺസിഡേർഡ് ആസ് എ ലോൺ ഗിവൺ ബൈ ദ ഓണർ ടു ദ ബിസിനസ്. അടുത്തത് പഠിക്കാനുള്ളതാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. ഇപ്പോൾ ഗോയിങ് കൺസേൺ ആ ഒരു വാക്കിൽ തന്നെ ഉണ്ട്. ഗോയിങ് പറഞ്ഞാൽ ടു ഗോ ഓൺ അല്ലേ, ടു കണ്ടിന്യൂ. ഇപ്പോൾ ബിസിനസ് കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സാണ്, ബിസിനസ് കൺസേൺ എന്നാണ് പറയുക, അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് യൂണിറ്റിയാണ് നമ്മൾ കൺസേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് വിൽ കണ്ടിന്യൂ ഫോർ എവർ അല്ലെങ്കിൽ കണ്ടിന്യൂ ഫോർ ലോങ് പീരീഡ് എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ അസംഷൻ വെക്കുന്നത്. അപ്പോൾ ഇതിലെന്താ പറയുന്നത് നോക്കാം. ദ കോൺസെപ്റ്റ് അസ്യൂംസ് ദാറ്റ് ദ ബിസിനസ് ഫേം വിൽ കണ്ടിന്യൂ ടു ക്യാരി ഓൺ ഇറ്റ്സ് ഓപ്പറേഷൻ ഇൻഡെഫിനിറ്റ്ലി. കുറേ കാലത്തേക്ക് ബിസിനസ് അതിൻ്റെ ഓപ്പറേഷൻസ് കൊണ്ടുപോകും, കണ്ടിന്യൂ ചെയ്യും. അത് കുറേ കാലം നടത്തി കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനമാണ് എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നത്. പിന്നെ ആൻഡ് ഹാസ് നോ ഇൻറ്റൻഷൻ ടു ലിക്വിഡേറ്റ് ദ ബിസിനസ് ഇൻ ദ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ. ഈ അടുത്തൊന്നും ആ ബിസിനസ് ലിക്വിഡേറ്റ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ അടച്ചുപൂട്ടുക, ബിസിനസ് അടച്ചുപൂട്ടുന്നതിനാണ് ലിക്വിഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ അടുത്ത കാലത്തും അതിന് ബിസിനസ്സിന് ലിക്വിഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അടച്ചു പൂട്ടാനൊരു ഇൻറ്റൻഷൻ അല്ലെങ്കിൽ ഒരു ഉദ്ദേശവും ഇല്ല എന്നാണ് നമ്മളുടെ സങ്കല്പം അല്ലേ. ഇപ്പോൾ ഏതൊരു ബിസിനസ്സും തുടങ്ങുമ്പോൾ അതിൻ്റെ ഓണറിൻ്റെ സങ്കല്പം എന്താണ്? ഇത് കുറേ കാലം നിലനിർത്തി കൊണ്ടുപോകാന്നുള്ളൊരു സങ്കല്പമാണ് അല്ലേ. അതാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നാളെ തന്നെ പൂട്ടും അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞ് പൂട്ടാൻ വേണ്ടി ആരെയും ബിസിനസ് തുടങ്ങുമോ? ഇല്ല. അപ്പോൾ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിൻ്റെ മെയിൻ സങ്കല്പം എന്താണ്? ബിസിനസ് വിൽ കണ്ടിന്യൂ ഫോർ എ ലോങ് പീരീഡ് ആൻഡ് ദ ഓണർ ഡസ് നോട്ട് ഹാവ് എനി ഇൻറ്റൻഷൻ ടു ക്ലോസ് ഡൗൺ ഓർ ലിക്വിഡേറ്റ് ദ ബിസിനസ് ഇൻ ദ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ. ഈ അടുത്തൊന്നും പൂട്ടാനുള്ളൊരു സാധ്യത ഇല്ല എന്നുള്ളൊരു സങ്കല്പത്തിലാണ് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
ഇനി അതുകൊണ്ട് തന്നെയാണ് അസറ്റ്സ് ആർ ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ് അറ്റ് കോസ്റ്റ്ലെസ് ഡിപ്രീസിയേഷൻ. അപ്പോൾ ഇത് കാരണമാണ് നമ്മൾ അസറ്റ്സിന് നമ്മൾ ഫിക്സ്ഡ് അസറ്റ്സ് ഇപ്പം ലാൻഡ് ബിൽഡിങ് പോലുള്ള ഐറ്റത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിലൊക്കെ ഡിപ്രീസിയേഷൻ ഉണ്ട്. ഇപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറി അല്ലേ, ഫർണിച്ചർ, അതൊക്കെ ഡിപ്രീസിയേഷൻ തേയ്മാനം വരുന്ന അസറ്റ്സ് ആണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണ് കാണിക്കുക, അത് അസറ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചിട്ടാണ് കാണിക്കുന്നത്. അത് ഏത് കോൺസെപ്റ്റിൻ്റെ പ്രകാരമാണ്, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ചോദിക്കാം, അസറ്റ്സ് ലെസ് ഡിപ്രീസിയേഷൻ അത് ഏത് കോൺസെപ്റ്റ് പ്രകാരമാണ് നമ്മൾ അങ്ങനെ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത്? അപ്പോൾ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് പ്രകാരമാണ്. അപ്പോൾ ഇത് എന്താണ്, നമ്മൾ ഡിപ്രീസിയേഷൻ എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഓരോ വർഷവും ആ ഒരു അസറ്റിൻ്റെ തേയ്മാനം വരുന്നുണ്ട് അല്ലേ, അതിനനുസരിച്ച് നമ്മൾ ബിസിനസ്സിൽ അതൊരു എക്സ്പെൻസ് ആയിട്ട് എഴുതി തള്ളിയാലേ ഉള്ളൂ നമുക്ക് ആ അസറ്റിൻ്റെ കറക്റ്റായിട്ടുള്ള വാല്യൂ അറിയാം. കാരണം ഈ അസറ്റ് കുറേ കാലം ബിസിനസ്സിൽ നിലനിൽക്കും, ഒരു 5-6 വർഷമൊക്കെ നിലനിൽക്കും. അപ്പം നമ്മൾ അതിന് തേയ്മാനം വരുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു കറണ്ട് വാല്യൂ, തേയ്മാനം കഴിച്ചിട്ടുള്ള വാല്യൂ എത്രയാണെന്നുള്ളത് നമ്മൾ എപ്പോഴും മനസ്സിൽ കാണണം. പിന്നെ കുറേ കാലം കഴിയുമ്പോൾ ആ അസറ്റ് പ്രവർത്തിക്കാത്തൊരു സ്റ്റേജ് ആവും, അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റിൻ്റെ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് മാറ്റാനുള്ളൊരു സൗകര്യം കൂടി നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇത് കാണുന്നത്. അപ്പോൾ ഇതൊക്കെ കുറേ കാലം ബിസിനസ് കണ്ടിന്യൂ ചെയ്താലല്ലേ ഉള്ളൂ അതിൻ്റെ തേയ്മാനത്തിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഒന്നോ നാളെ അടച്ചു പൂട്ടേണ്ട ബിസിനസ്സിന് തേയ്മാനം പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അസറ്റ്സിനെ ബാലൻസ് ഷീറ്റിൽ കോസ്റ്റ് ലെസ് ഡിപ്രീസിയേഷൻ വാല്യൂവിൽ നമ്മൾ കാണിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസ്, എക്രൂഡ് ഇൻകംസിനൊക്കെ നമ്മൾ അസറ്റായിട്ട് കണക്കാക്കുന്നതും അതുകൊണ്ടാണ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് പറഞ്ഞാൽ എന്താ, അടുത്ത വർഷത്തെ എക്സ്പെൻസ് മുൻകൂട്ടി നമുക്ക് ഈ വർഷം തന്നെ നമ്മൾ മുൻകൂട്ടി പേ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ മുൻകൂട്ടി അടുത്ത വർഷത്തെ എക്സ്പെൻസ് പേ ചെയ്യാമെന്ന് പറയുമ്പോൾ നമുക്ക് ബിസിനസ് ഇനി അടുത്ത വർഷം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ എക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം ഔട്ട്സ്റ്റാൻഡിങ് ആയത് ഈ വർഷം കിട്ടേണ്ടതാണ്, പക്ഷെ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പം അത് നമ്മളൊരു അസറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത്, അതായത് പ്രീപെയ്ഡ് എക്സ്പെൻസിനെയും എക്രൂഡ് ഇൻകത്തിനെയൊക്കെ നമ്മൾ അസറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നതും ഏത് സങ്കല്പത്തിലാണ്, ബിസിനസ് ഇനിയും നിലനിന്ന് പോവും, കുറേ കാലം കണ്ടിന്യൂ ചെയ്യും എന്നുള്ളൊരു സങ്കല്പത്തിലാണ്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് മനസ്സിലാക്കുക. അടുത്തത് വരുന്നതാണ് തേർഡ് കോൺസെപ്റ്റ്, മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. അപ്പം നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷനിൽ തന്നെ പഠിച്ചിട്ടുണ്ട്, ഓൺലി ദോസ് ട്രാൻസാക്ഷൻസ് ദാറ്റ് ക്യാൻ ബി റെക്കോർഡഡ് ഇൻ ടേംസ് ഓഫ് മണി അല്ലേ. മണി വാല്യൂ അല്ലെങ്കിൽ മണി ടേംസിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിന് മാത്രമേ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതാണ് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റിലും പറയുന്നത്. Transactions involving money or money's worth will be recorded in the books of accounts. Events or transactions that are not in monetary terms are ignored. അപ്പം മണി വാല്യൂവിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ട്രാൻസാക്ഷൻസിന് മാത്രമേ ബിസിനസ്സിൻ്റെ റെക്കോർഡ്സിൽ സ്ഥാനമുള്ളൂ. അല്ലാത്ത മറ്റ് ട്രാൻസാക്ഷൻസോ ഇല്ലെങ്കിൽ ഇവൻസോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടതില്ല. അപ്പം മണി വാല്യൂവിലുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. അതാണ് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റിൽ പറയുന്നത്. ഇനി അതിൻ്റെ എക്സാമ്പിൾ പറയുന്നുണ്ട്. 2 acres of land can be recorded in monetary terms. ഇപ്പം rupees 10 lakh അല്ലേ. ഇപ്പോൾ 2 ഏക്കർ ലാൻഡിന് ഒരു 10 കോടി, നമ്മൾ വെറുതെ ഒരു അസംഷൻ, 2 ഏക്കർ ലാൻഡിന് 10 കോടി വില ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എഴുതുക, 2 കോടിൻ്റെ ലാൻഡ് ബിസിനസ്സിൽ വാങ്ങി എന്നല്ല പറയുക, അതിൻ്റെ വാല്യൂ, ലാൻഡ് കോസ്റ്റിംഗ് എത്രയാണോ, 10 lakhs ആണെന്നുണ്ടെങ്കിൽ 10 lakhs എന്നാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. ആ ഏക്കർ കണക്കിനോ അല്ലെങ്കിൽ അതിൻ്റെ ആ മെഷർമെൻറ്റ് ഏത് മെഷർമെൻറ്റാണ് നമ്മൾ എഴുതേണ്ടത്, അത് ഏക്കർ അല്ല നമ്മൾ എഴുതേണ്ടത്, അതിൻ്റെ മണി ടേംസ് ആണ്, മണി വാല്യൂ ആണ് എഴുതേണ്ടത്. അപ്പോൾ അതാണ് ഇതിൽ പറയുന്നത്, മണി വാല്യൂസ് മാത്രമുള്ള ട്രാൻസാക്ഷൻസേ ബിസിനസ് അക്കൗണ്ട് ബുക്കിൽ റെക്കോർഡ് ചെയ്യേണ്ടതുള്ളൂ. ദാറ്റ് ഈസ് എ തേർഡ് കോൺസെപ്റ്റ്. ഇനി അടുത്ത് പറയുന്നത് അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ്. ഇതും വളരെ എളുപ്പമാണ്. പീരീഡ്, അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു ബിസിനസ്സിൻ്റെ ഫൈനൽ അക്കൗണ്ട്സ് അല്ലെങ്കിൽ അതിൻ്റെ നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ടൈം ഡ്യൂറേഷൻ ഉണ്ടാവും. നോർമലി നമ്മളെല്ലാ ബിസിനസ്സിലും 1 year ആണ് അക്കൗണ്ടിങ് ഇയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആ ഒരു വർഷത്തേക്കുള്ള അക്കൗണ്ട്സ് നമ്മൾ ദിവസം നമുക്ക് പ്രോഫിറ്റും ലോസൊന്നും കണ്ടെത്താൻ പറ്റില്ല അല്ലേ. അപ്പോൾ നമ്മളൊരു ടൈം ഡ്യൂറേഷൻ വെക്കും, ഇത്ര ഒരു ടൈം ഇൻ്റർവെൽ വെക്കും. ആ ടൈം ഇൻ്റർവെല്ലിൽ ഇത്ര ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് അതിൽ ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ എത്രയാണ്
ബിസിനസ്സിന് പ്രോഫിറ്റും ലോസും അല്ലെങ്കിൽ എക്സ്പെൻസും ഇൻകംസ് ഒക്കെ ഉണ്ടായതെന്നൊക്കെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മളതിൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസ് കണ്ടെത്തുന്നത്. അപ്പോൾ നോർമലി ഒരു അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിൽ 1 ഇയർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അതൊന്നെങ്കിൽ ജനുവരി 1 തുടങ്ങി ഡിസംബർ 30, ഒരു വർഷത്തെ ജനുവരി 1 തുടങ്ങി അതേ വർഷത്തിൽ ഡിസംബർ 31 അവസാനിക്കുന്ന രീതിയിലുള്ള ഒരു 12 മാസം അല്ലെങ്കിൽ 1 ഇയർ എടുത്തിട്ടാണ് ഒരു അക്കൗണ്ടിങ് പീരീഡായിട്ട് നമ്മൾ എടുക്കുക. പിന്നെ അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥാപനങ്ങളും വേറെ രീതിയിലും പോകും. 1 ഏപ്രിൽ, ഒരു വർഷത്തെ 1 ഏപ്രിൽ തുടങ്ങി അതിൻ്റെ അടുത്ത വർഷത്തെ 31 മാർച്ച്. അപ്പോൾ അങ്ങനെ നോക്കിയാലും നമുക്ക് 12 മാസം അല്ലെങ്കിൽ ഒരു 1 ഇയറിൻ്റെ ഡ്യൂറേഷനാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയും നമുക്ക് വേണമെങ്കിൽ അക്കൗണ്ടിങ് ഇയർ ഫിക്സ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഓരോ വർഷത്തേക്കാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ആദ്യം ഒരു വർഷം ചെയ്യും, പിന്നെ അതിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്ത് നെറ്റ് പ്രോഫിറ്റും നെറ്റ് ലോസ് ഒക്കെ കണ്ടെത്തുന്നു. അതുപോലെ ഇനി അടുത്ത വർഷത്തേക്ക് പിന്നെ വേറെ ഒന്ന് പ്രിപ്പയർ ചെയ്യുന്നു. അപ്പം ആ ഒരു വർഷത്തേത് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഇയർ ബൈ ഇയർ ആയിട്ടാണ് നമ്മൾ അക്കൗണ്ടിങ് പീരീഡ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇയർ ഫിക്സ് ചെയ്യുന്നത്. അതാണ് ഇതിൽ പറയുന്നത്. ദ പീരീഡ് ഇൻ്റർവെൽ ഫോർ വിച്ച് ദ അക്കൗണ്ട്സ് ആർ പ്രിപ്പയർഡ് ആൻഡ് പ്രസൻറ്റഡ് ഫോർ അസർട്ടൈൻമെൻറ്റ് ഓഫ് റിസൾട്ട്സ് or financial position of a business is called accounting period. അപ്പോൾ ആ പീരീഡ് ഇൻ്റർവെലിനെയാണ് നമ്മൾ അക്കൗണ്ട്സ്, അതായത് ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ റിസൾട്ട്സും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പൊസിഷനും കണ്ടെത്താൻ വേണ്ടി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യും അല്ലേ. അപ്പോൾ അതിന് എടുക്കുന്ന ആ പീരീഡ് ഇൻ്റർവെലിനെയാണ്, ആ ടൈം ഇൻ്റർവെലിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്. അത് താഴെ പറയുന്നത് നോക്കുക. നോർമലി അക്കൗണ്ടിങ് പീരീഡ് ഇൻ്റർവെൽ ഇസ് ഫോർ 1 ഇയർ. 1 ഇയർ എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, സ്റ്റാർട്ടിങ് ഫ്രം 1 ജാനുവരി ടു 31 ഡിസംബർ, അല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ ഉള്ളത് 1 ഏപ്രിൽ തുടങ്ങി 31 മാർച്ച് വരെ. അപ്പം ഇങ്ങനെ ഒരു ടൈം ഇൻ്റർവെല്ലാണ് നമ്മൾ അക്കൗണ്ട്സ്, ബിസിനസ്സിൻ്റെ പെർഫോമൻസ് ഒക്കെ കണ്ടെത്തുന്നതും അത് പ്രിപ്പയർ ചെയ്യുന്നതും.